മോട്ടർ കേടായിട്ട് 3-4 ദിവസമായി. ശരിയാക്കാൻ വിളിച്ചവനാണ് കളക്ടറിന്റെ പവർ. വെള്ളം കോരി നടു ഒടിഞ്ഞേ. ദൈവമേ, പിടിച്ച് കൂത്തായിക്കൊണ്ട് നിൽക്കണ കണ്ട മനുഷ്യനെ കൊല്ലാനായിട്ട് കൊണ്ടോനൊടുങ്ങി. ഇതെന്ത് കുന്തമാണ്? ഇതെന്ത് സാധനമാണ്? ഇംഗ്ലീഷാണല്ല. പൊട്ടിച്ച് നോക്കാം എന്താണ് സാധനമാണ്. നല്ല മണമുണ്ടല്ലോ. ഇതെന്ത് കുന്തമാണ് ദൈവമേ? ഇത് കയ്യുറയറെന്ന് തോന്നുന്നു. കൈയിട്ട് നോക്കാം. കുറേ നാളായി ഞാൻ അവനോട് പറയണത് ഒരു കയ്യുറ മേടിച്ചു തരാൻ. സോപ്പ് വെള്ളം കയ്യിൽ വീണ് വീണ് ചൊറിച്ചിലും തുടങ്ങി. കണ്ട, കൈയെല്ലാം ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടി. ചിന്ന ചിന്ന ആശേ, ചിറകടിച്ച ആശേ, ഇന്ന് രാത്രി ആശേ, പൊരിക്കുമെടി ആശേ, വാങ്ങി വെച്ച സാധനം വീട്ടിലുണ്ടടി ആശേ. വാങ്ങിച്ചു വെച്ച സാധനം കട്ടിലാണോ അതോ മേശപ്പുറത്താണോ? ദൈവമേ, അമ്മച്ചിയുടെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ കഥ കഴിഞ്ഞത് തന്നെ. ഇവരിത് എന്തോന്ന് കുത്തിക്കയറ്റുന്നത്? തള്ളേ, ഇവരെ ഇന്ന് ഞാനും. എന്റെ തള്ളേ, അത് കയ്യുറയും കാലുറയും ഒന്നും അല്ല. പിന്നെന്താടാ ഇത്? കഴിഞ്ഞ ആഴ്ച ബിജുവിന്റെ അച്ഛനെ വലിവിന്റെ അസുഖമായിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? അപ്പൊ ഡോക്ടർ എഴുതി കൊടുത്ത മരുന്നാണിത്. ഇതിൽ പിടിച്ച് വലിച്ചോണ്ടിരുന്ന വലിവ് കുറയുമെന്ന്. ഇപ്പൊ ഇത് മൊത്തം വലിച്ച് നാശമാക്കിയില്ലേ നിങ്ങൾ? ഇനിയിപ്പൊ ബിജുവിന്റെ അച്ഛനോട് ഞാൻ എന്ത് സമാധാനം പറയും? എനിക്കറിയാമടാ, ഇത് കയ്യേറിയോടൊക്കെ ഞാൻ കയ്യെ തള്ളിക്കയറ്റിയത്. നിങ്ങൾക്ക് അകത്ത് ചെയ്യാൻ പറ്റുന്ന എന്തുമാത്രം ജോലികളുണ്ടായിരുന്നു. ഈ കേറാത്ത സാധനത്തിനകത്ത് കൈ കുത്തിക്കേറ്റേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പൂക്കകത്ത് അറിയാത്ത സാധനം കൊണ്ടൊന്ന് വേക്കാത്ത് വെച്ചേക്കണം. മനുഷ്യന് ഉപയോഗിക്കേണ്ട സാധനം ഇനി ഇത് ആനയ്ക്ക് ഉപയോഗിക്കും. കുട്ടനിടണ്ട പാൻ്റെ കുട്ടൻപിള്ള ഇട്ട പോലെ ആയിപ്പോയി. എട്ടും പൊട്ടും തിരിയാത്ത പരട്ട തള്ള. ശോ, ഇനി ഞാൻ ആശയോട് എന്ത് മറുപടി പറയും? ഒരെണ്ണം കൂടി വാങ്ങണം. വീണ്ടും ആ റപ്പായിയുടെ മുഖം കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എന്തെങ്കിലും ചെയ്യണം. ശോ, എൻ്റെ ദൈവമേ. എന്തോ മോളെ? ഒന്നുമില്ലമ്മേ. നീ വയറ്റിന് പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. പിന്നെന്താ? ഒന്നുമില്ലമ്മേ. ആശുപത്രി പോണോ? അതൊന്നും വേണ്ട. ഇങ്ങനെ ഛർദ്ദിൽ വെച്ചോണ്ടിരുന്നാൽ? വേണ്ടമ്മേ. പോടി, ഞാൻ അച്ഛനെ വിളിക്കാം. വേണ്ട വേണ്ട. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ? പറ. ഞാൻ ഗർഭിണിയാണമ്മേ. എന്താടി നീ എന്താ ഈ പറയുന്നേ? ആരാടി? ആരാന്ന് പറഞ്ഞു തൊലക്കടി. നിന്റെ ബോയ് ഫ്രണ്ട് ആരെങ്കിലും ആണോടി? അതൊന്നും അല്ല. പിന്നെ ആരാടി ഈ പോക്കൃത്തരം കാണിച്ചത്? അത് പിന്നെ ദൈവമേ, ആ തലത്തിറച്ചോമാരോ? ഞാനിത് അച്ഛനോട് പറഞ്ഞു. കുടുംബത്തിന്റെ മാനം അമ്മേ. അതെ, മോള് ഗർഭിണിയാണെന്ന്. എന്താടി പറഞ്ഞു? മോള് പറഞ്ഞതാ വീക്കുകളാണെന്ന്. ഇന്ന് അവന്മാരെ ഞാൻ കാണിച്ചു കൊടുക്കും. ഒരാഴ്ചയായി അവള് വിളിച്ചിട്ട്.
ഇനി വേറെന്തേലും കൊട്ടേഷൻ കാണുമോ? ഇല്ല. ഇനി യുവന്മാരെങ്ങാനും ആയിരിക്കോ? അല്ല. വേറെന്തോ കാണും. ആശയുടെ മെസ്സേജ് വന്നിട്ട് 3-4 ദിവസം ആയല്ലേ. യവന്മാരെങ്ങാനും കയറി ഇനി എന്തെങ്കിലും പണി ഒപ്പിച്ചു. ഇന്നലെ രാത്രിയിൽ ഒരു മെസ്സേജ് വന്നില്ല. സാധനം വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞ ആശ പിന്നെ വിളിയില്ല, പറിച്ചിട്ട്. ഇനി ഇവന്മാരെങ്ങാനും കയറി കൊത്തിയതാണോ? അങ്ങനെ വരാൻ വഴിയില്ല. അവന്മാരെയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ കൊച്ചിനോട് അവന്റെയൊക്കെ കളി. ഒരു മീനെ പോലും കാണുന്നില്ല. മീനൊക്കെ വെയിലത്ത് ചത്ത് കാണും. ചെവിക്കാത്ത കയറിയല്ല. പഴിപ്പിക്കാൻ ഇയാടെ മോളം തോന്നുന്നു പഴക്കൊലേ. സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളാം. അല്ല എല്ലാവരും എന്താടവായി കാണിക്കുന്നത്? നോക്കി നിന്നിട്ട് കാര്യം. അജി അയ്യോ അച്ഛാ, അച്ഛാ, അച്ഛാ. അവനോട് വീട് ചത്തോ എന്തോ? അയ്യോ ദൈവമേ. അയ്യോ അച്ഛാ, ആശാനം തൂറ്റി. എണ്ണിക്കച്ഛാ, അച്ഛാ, വേഗം വാ. അച്ഛാ, എണ്ണിക്കച്ഛാ, അച്ഛാ, അച്ഛാ, എണ്ണിക്കച്ഛാ. ആശാനെ 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 വേഗം പിടിക്കേ. അവന്മാര് കണ്ടം വഴി ഓടുന്നത് ഞങ്ങൾ കണ്ടതാ. അല്ല, എന്താ ആശാന്റെ പ്രശ്നം? എന്റെ മോളെ അതിലെ ഒരു തെണ്ടിയാ പണി കാണിച്ചത്. ഏതോ ഒരു തെണ്ടിയല്ല, ആമാര് 3 തെണ്ടികൾ കൂടാ. അത് റപ്പായിക്ക് എങ്ങനെ അറിയാം? ആമാര് 3 പേരും കൂടെ അല്ലയോ എന്റെ കടയിൽ വന്ന് പല സാധനങ്ങൾ ഇതിനു വേണ്ടി വാങ്ങിക്കൂട്ടുന്നത്. പറഞ്ഞത് ഏറ്റവും എന്തോ. ആശാനെ അച്ഛാ, അയ്യോ നല്ലല്ലേ. ഓ നീയായിരുന്നു. അയ്യോ 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 ഞാനൊന്നും ചെയ്തില്ലേ. എന്തോടാ പ്രശ്നം? നീ കേട്ടില്ലേ? ആശാന് ഗർഭം. അത് ആശാനല്ലടാ, അയാളെ മോക്കാ. ആശാനാണോ മോക്കാണോ എന്നറിയില്ല. ഗർഭമെന്ന് കേട്ടപ്പോഴേ ഞാൻ ഓടിത്തള്ളി. എനിക്കിനി വയ്യായേ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഓടുന്നേ. മെഡിക്കൽ സ്റ്റോറിൽ കാശ് കൊടുത്തതും റീചാർജ് ചെയ്തതും എല്ലാം വെറുതെ ആയല്ലോ എൻ്റെ ഈശ്വര. അത് നീ വല്ലോ ആണോടാ? ഇനി അതും എന്റെ തലയിൽ കൊണ്ടുപോയി. നാട്ടിൽ പട്ടി പറ്റാലും അത് ഞാനാ. എടാ നമ്മളെന്നല്ല, നമ്മളിൽ ആരോ ഒരാൾ എന്നാ പറഞ്ഞത്. അത് ശരിയാ. നമ്മൾ 3 പേരും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മളല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാള്. എന്തായാലും ആശ നല്ലൊരു പണിയാളിയാ തന്നത്. ഇന്നേതായാലും വീട്ടിലേക്കില്ല. അയാള് ചുരളിയാ. ചുരുളിയല്ലടാ, കളരി. അയാൾ ചുരളിയും കളരിയും കൂടാ. കട്ട തെറിയും നാവിക്ക് തൊഴിയും. പേടിച്ചിട്ട് നിക്കറി വരെ മുള്ളിപ്പോയി. ആ തള്ള എറിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് അറിയേണ്ട താമസം ആ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. പിന്നെ വല്ലവന്റെയും കൊച്ചിനെ ഞാൻ വളർത്തേണ്ട ഗതികേടാണല്ലോ എന്റെ ഈശ്വര. പഞ്ചായത്ത് മുഴുവൻ നാറിയും ചെയ്യും. ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ദൈവമേ.